ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഭാബാബായുടെ OTT സ്ട്രീമിംഗ് വിവരങ്ങൾ പുറത്ത്. ദിലീപ് നായകനായ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായിരുന്നില്ല. ക്രിസ്മസ് റിലീസായി ഡിസംബർ 18-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ദിലീപ് നായകനായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഭാബാബായ്ക്ക് ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ലെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നതാണ്. ചിത്രം ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത്. ക്രിസ്മസ് അവധി പോലും മുതലെടുക്കാനാകാതെ ആദ്യ വീക്കെൻഡിൽ തന്നെ ചിത്രത്തെ പ്രേക്ഷകർ കൈയൊഴിഞ്ഞു. ആദ്യ 3 ദിവസം കൊണ്ട് 33 കോടി നേടിയ ചിത്രം പിന്നീട് കളക്ഷന്റെ കാര്യത്തിൽ കിതയ്ക്കുകയായിരുന്നു. പുതിയ ക്രിസ്മസ് റിലീസുകൾ കൂടി എത്തിയതോടെ ചിത്രത്തിന് പിടിച്ചു നിൽക്കാനായില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചിത്രം ജനുവരി 16 മുതൽ ZEE5-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ OTT വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ZEE5 മലയാളി പ്രേക്ഷകർക്ക് മികച്ച ഉള്ളടക്കം എത്തിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് മാർക്കറ്റിംഗ് സൗത്ത് വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റ് ബിസിനസ് ഹെഡ് ലോയിഡ് സി സേവിയർ പറഞ്ഞു. നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയത്. രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെ നടക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ വിറപ്പിച്ച വട്ടന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ദിലീപ് നായകനായ ചിത്രത്തിൽ സ്പൂഫും മാസും കോമഡിക്കൊപ്പം സമാസമം ചേർത്തൊരുക്കിയ ചിത്രത്തിൽ മോഹൻലാൽ ശക്തമായ അതിഥിവേഷത്തിലെത്തിയിരുന്നു. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു സന്തോഷ്, ബാലു വർഗീസ്, സാൻഡി, അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മണിയൻപിള്ള രാജു, ബിജു പപ്പൻ, ജിബിൻ ഗോപിനാഥ്, അശ്വത് ലാൽ, നോബി മാർഗോസ്, ഷാജു ശ്രീധർ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സ്പൂഫ് സിനിമകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും സ്പൂഫ് മാസ് എന്റർടൈനർ ഗണത്തിൽപ്പെടുന്ന സിനിമ ഇതാദ്യമായാണ് എത്തുന്നത്. 40 കോടിയിലധികം രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയത്. ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിച്ച ചിത്രം നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം ചെയ്തത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.